ഇൻസ്റ്റഗ്രാം, സോഷ്യൽ മീഡിയ ഇതൊക്കെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഒക്കെ ഇപ്പോൾ ആളുകളെ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു ഘടകമായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിലെ കഠിനംകുളത്ത് ആതിര എന്ന് പറയുന്ന ഒരു യുവതിയെ ജോൺസൺ എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനൽ ലൈംഗിക വീഴ്ചയ്ക്കിടെയാണ് കുത്തിക്കൊലപ്പെടുത്തി കൊന്നത്. അപ്പോൾ ഈ ഇൻസ്റ്റഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ റീൽസ് ചെയ്യുന്ന പലരും, വീട്ടമ്മമാരെന്നല്ല ഞാൻ പറയുന്നത്, കല്യാണം കഴിച്ചവരും കഴിക്കാത്തവരുമായവർ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നില്ലേ? അല്ല, ഇത് ഒരുപാട് കാലമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്. നേരത്തെയുള്ള പല വാർത്തകളിലും മിസ് കോൾ അത് ഒരു വീട്ടമ്മയെ അല്ലെങ്കിൽ ഒരു യുവതിയെ അവർ താമസിക്കുന്ന ഇടത്ത് നിന്ന് അല്ലെങ്കിൽ അവരുടെ വീട്ടകത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുകയും കാമുകനൊപ്പം കൊണ്ടുപോകുന്നതിന് സഹായകരമായ ഘടകമായി മാറിയിട്ടുണ്ടായി. വലിയ തോതിൽ അതിൻ്റെ ചർച്ചകളൊക്കെ നടന്നിരുന്നു. അതുകൊണ്ട് ഒരിക്കലും ഈ മിസ് കോൾ കണ്ട് നിങ്ങൾ അതിൻ്റെ പിന്നാലെ പോകരുത് എന്ന് ഒക്കെ വളരെ ഗൗരവത്തോടുകൂടി ഗൗരവമുള്ള സമൂഹം ഇവരെയൊക്കെ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് അവസാനിക്കുന്നില്ല. ഇപ്പോഴും കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അടുത്ത് ഒരു ക്യാൻസറൊക്കെ പിടികെട്ട് കിടക്കുന്ന അമ്മ, 2 മക്കളുടെ ഭാര്യ, 2 മക്കളുടെ അമ്മ, അതേപോലെ തന്നെ ഭർത്താവും അവർക്ക് ഒപ്പമുണ്ട്. പക്ഷേ ഈ ക്യാൻസർ പിടിപെട്ട് അമ്മയെ ഉപേക്ഷിക്കുന്നതിന് ഈ മകൾക്ക് യാതൊരു പ്രശ്നം തോന്നിയില്ല. ഈ 2 മക്കളെ വലിച്ചെറിയുന്നതിനും അവർക്കൊരു പ്രശ്നം തോന്നിയില്ല. അവർ ഒരു കാമുകൻ്റെ കൂടെ പോയി. ഇതെല്ലാം മൊബൈൽ ഫോണിലൂടെ വരുന്നതായിട്ടുള്ള സന്ദേശങ്ങളെ പിന്തുടർന്ന് എത്തപ്പെടുന്നതായിട്ടുള്ള സ്വപ്ന ലോകത്തേക്കുള്ള അവരുടെ സഞ്ചാരങ്ങളാണ്. വൻ അപകടങ്ങളും പിന്നീട് മരണങ്ങളും മാത്രമാണ് ഇതിൻ്റെ ഒരു അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതിനെ ആർക്കാണ് ന്യായീകരിക്കാൻ പറ്റുന്നത്? ആർക്കും ന്യായീകരിക്കാൻ പറ്റുന്നത്? അതിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഈ ആതിരയുടെ അതിഭീകരമായിട്ടുള്ള കൊലപാതകം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, വീട്ടമ്മമാരും അതേപോലെ തന്നെ സ്ത്രീകൾ, കല്യാണം കഴിച്ചവരാകട്ടെ കല്യാണം കഴിക്കാത്തവരാകട്ടെ ആരായിക്കൊള്ളട്ടെ, അവർ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള വ്യാമോഹങ്ങളിൽ കുടുങ്ങി ജീവിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അവർ ചെയ്യുന്ന ഓരോ കാര്യവും അവർ തന്നെ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം. ഒരു രസത്തിനൊക്കെ തുടങ്ങുന്ന പരിപാടിയായിരിക്കും, കുറേ കഴിയുന്ന സമയത്ത് അവരുടെ ജീവനും കൊണ്ടായിരിക്കും അത് പോകുന്നത്. അത് മനസ്സിലാക്കി അവർ തുടങ്ങിയാൽ തന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് റീചെക്ക് ചെയ്യാനായിട്ടുള്ളൊരു സംവിധാനം അവർക്കുണ്ടാക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് ഇതിനൊരു പരിഹാരം നമുക്ക് പറയാൻ പറ്റുള്ളൂ. പ്രശ്നം എന്താണ്? അതാത് കുടുംബങ്ങളിലും വീടുകളിലുമൊക്കെ നിലനിൽക്കുന്നതായിട്ടുള്ള അസംതൃപ്തികളാണ് ഇവരെ മറ്റ് സ്ഥലങ്ങളിൽ സുഖം തേടാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ ഒരാൾ സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൽ വളരെ സുഖദായകമായിട്ടുള്ള വൈകാരിക ഭാവങ്ങളുണ്ട് എന്ന് കരുതപ്പെടുകയും അതിൻ്റെ പിന്നാലെ ഇവർ പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. വ്യാമോഹങ്ങളാണ് ഇവരെ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോകുന്നത്. പക്ഷേ അങ്ങനെ പോകുന്ന സമയത്തൊക്കെ അവർക്കറിയില്ല ഈ പോകുന്നത് കൊലമുറിക്കകത്തേക്കാണ് എന്ന്. ഇവിടെ ആതിരയുടെ കഥ അതാണ് സംഭവിക്കുന്നത്. ലൈംഗിക വീഴ്ച നടക്കുന്നതിനിടയിൽ കത്തി കുത്തി ഇറക്കി കൊല്ലാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മനോരോഗിയായിരുന്നു ഈ ജോൺസൺ എന്നാണ് പൊതുവെ ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. പോലീസ് കൃത്യമായിട്ട് അതിൻ്റെ FIR ഒക്കെ തയ്യാറാക്കി കഴിയുമ്പോൾ മാത്രമേ എത്രമാത്രം പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്, പിന്നെ മാത്രമേ അതിൻ്റെ പുനഃപരിശോധനകളൊക്കെ നടക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇവിടെ സ്ത്രീ മാത്രമാണ് ആ കുറ്റക്കാരി. ഇപ്പോൾ ആതിരയുടെ പ്രശ്നം വന്ന സമയത്ത് പല കമൻറ്റുകളും ഞാൻ കണ്ടു. തെറ്റുകാരി ആതിര മാത്രമാണ്. ശരിയായിരിക്കും, ഞാനൊരു ഭാര്യയാണ്, ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ് എന്നുള്ളത് ചിന്തിക്കാതെ എടുത്തു ചാടുന്ന സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പുരുഷനും തുല്യ പങ്ക് ഇല്ലേ ഇത്തരം വിഷയങ്ങളിൽ എന്നുള്ളതാണ്. ഇപ്പോൾ പലരും ചോദിക്കും, ഞാൻ വിളിച്ചപ്പോൾ അവൾ ഇറങ്ങി വന്ന എന്തിനാ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അവൾ പെണ്ണല്ലേ, അവളൊരു ഭാര്യയല്ലേ, അവൾക്കറിയില്ല അവൾ ഭാര്യയാണ്, എന്തിനാ അവൾ ഇറങ്ങി വന്നത് എൻ്റെ കൂടെ എന്നൊക്കെ ചോദിക്കുന്ന പല നാട്ടുഭാഷകളിലൊക്കെ ചോദിക്കുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ത്രീയെ മാത്രം കുറ്റപ്പെടുത്തുന്ന ഒരു സമൂഹം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളുടെ സമൂഹത്തിൻ്റെ ക്യാരക്ടർ എന്താണ്? ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയാണ് നമ്മുടെ. എന്നുവെച്ചാൽ പുരുഷന് പ്രാമുഖ്യവും പ്രാധാന്യമുള്ളതായിട്ടുള്ള സമൂഹം. അപ്പോൾ അവിടെ എപ്പോഴും പുരുഷനിങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. പുരുഷൻ ഒരു തെറ്റും വരുത്താത്ത ഒരുത്തൻ, എല്ലാ തെറ്റുകളും വരുത്തുന്നത് സ്ത്രീ. ഇത് പൊതുഘടനയാണ്, പൊതുസങ്കല്പമാണ്, പൊതുരീതിയാണ്. അത് മാറാതെ നമ്മളീ പറയുന്ന അഭിപ്രായങ്ങളിൽ നിന്ന് ആളുകൾ മാറും എന്ന് കരുതേണ്ടതില്ല. യഥാർത്ഥത്തിൽ നമ്മളുടെ സമൂഹം പൊതുവേ ഈ സ്ത്രീകളെ വിളിക്കുന്നതിനെ സെക്കൻഡ് സെക്സ് എന്ന് പറഞ്ഞിട്ട് ആണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ എന്നുവെച്ചാൽ പുരുഷനാണ് ഒന്നാമത്, രണ്ടാമത് മാത്രമാണ് സ്ത്രീ, പുരുഷൻ്റെ അടിമയാണ് സ്ത്രീ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് മാറാതെ എങ്ങനെയാണ് ഇതിലാരാണ് തെറ്റുകാർ? ഇതിലെല്ലാവരും തെറ്റുകാരാണ്. ഇതിൽ പങ്കെടുക്കുന്ന പുരുഷൻ തെറ്റ് ചെയ്യുന്നവനാണ്, സ്ത്രീയും തെറ്റ് ചെയ്യുന്നതാണ്.
ഓരോരുത്തർക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഇതിൻ്റെ അകത്ത് നിനക്ക് കുഞ്ഞുണ്ടെന്നുള്ള കാര്യം അറിയാൻ പാടില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ അവരോട് ചോദിക്കാം. അതൊക്കെ ശരിയാണ്. അങ്ങനെ ചോദിച്ചിട്ട് എന്താ കാര്യം? എന്തിനാണ് ഇവരെ ഇങ്ങനെ പ്രേരിപ്പിക്കുകയും അതേപോലെ തന്നെ കൊണ്ടുപോവുകയും കൊല്ലുകയൊക്കെ ചെയ്യുന്നത്? അപ്പോൾ സർക്കാരും അതേപോലെ തന്നെ ഈ നമ്മുടെ ഭരണ സംവിധാനവും കോടതിയുമൊക്കെ ഇക്കാര്യത്തിൽ ഗൗരവമായിട്ടുള്ള നിലപാടെടുത്ത് കർക്കശമായിട്ടുള്ള ശിക്ഷയൊക്കെ കൊടുത്ത് ഇത്തരത്തിലുള്ള ആളുകളെ ശരിപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ സമൂഹത്തിൽ നമുക്ക് പല കാര്യങ്ങളും വേണമെങ്കിൽ സംസാരിച്ചൊക്കെ സെറ്റിൽ ചെയ്ത് ശരിയാക്കാൻ പറ്റും. എന്നുവെച്ചാൽ സംഭാഷണത്തിലൂടെ ശരിയായിട്ടുള്ള ജീവിതക്രമത്തിലേക്ക് ആളുകളെ കൊണ്ടുവരിക എന്ന് പറയും. രണ്ടാമത്തെ ഒരു കാര്യമാണ് നിയമത്തിൻ്റെ വഴി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ആളുകളോട് പറയണം, പൊതുനിരത്തിൽ സിഗരറ്റ് വലിക്കാൻ പാടില്ല. ആരെങ്കിലും കേൾക്കുമോ? ഇല്ല. പിന്നെ അവൻ കേൾക്കുന്നപ്പോഴാണ് നിയമം വളരെ സമ്മർദ്ദം ചെലുത്തുകയാണ്, നീ ഒന്ന് വലിച്ചു നോക്ക്. അങ്ങനെ അവൻ വലിച്ചു നോക്കുമ്പോൾ പിടിച്ചവനെ കൊണ്ട് ജയിലിലിടുന്നു. ജയിലിലിടുന്നതിൻ്റെ ഫലമായിട്ട് മാത്രമാണ് അവൻ വലിക്കാത്തത്. അതായത് എല്ലാ മനുഷ്യനും പല ഘട്ടങ്ങളിലും തെറ്റ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കപ്പെടുന്നവനാണ്, ആണായാലും പെണ്ണായാലും. അങ്ങനെ ആണും പെണ്ണും ഒക്കെ മനുഷ്യർ എന്ന പ്രകൃതത്തിനകത്ത് നിന്ന് തെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ സമൂഹത്തിൻ്റെ ഒരു ജീവിതക്രമത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് സമൂഹം ചില ജീവിതക്രമങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ആ ജീവിതക്രമങ്ങൾ തെറ്റിക്കുന്ന മുഴുവൻ ആളുകളും യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്യുന്നവരായി മാറുകയും അവർ ശിക്ഷിക്കപ്പെടേണ്ടവരായി തീരുകയാണ് ചെയ്യുന്നത്. നിയമം വളരെ കർശനമായിട്ട് അവരുടെ മേലേക്ക് നിയമത്തിൻ്റെ കരങ്ങൾ നീട്ടിയാൽ അവർ കുറേയൊക്കെ നിയന്ത്രിക്കുകയും ശരിയായിട്ടുള്ള രീതിയിൽ ജീവിക്കാനായിട്ട് പ്രാപ്തമാവുകയും ചെയ്യും. അപ്പോൾ സമൂഹത്തിൻ്റെ ആ കണ്ണുകൾ വളരെ ശക്തമായിട്ട് ശരിയായിട്ടുള്ള ജീവിതത്തിലേക്ക് ആളുകളെ പ്രേരിപ്പിക്കണം എന്നാണ് നമ്മൾ കരുതേണ്ടത്. ഒരിക്കലും ഇങ്ങനെ ഉണ്ടാകുന്ന സംഭവങ്ങളിൽ സ്ത്രീ മാത്രമല്ല കുറ്റക്കാരി. ചോദ്യം അതായിരുന്നല്ലോ അല്ലേ? സ്ത്രീ മാത്രമാണോ സ്ത്രീ മാത്രമല്ല, ആ സ്ത്രീയെ ഇത്തരം തെറ്റായിട്ടുള്ള പദങ്ങളിലേക്ക് സഞ്ചരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന പുരുഷനും ഇതേ കുറ്റക്കാരൻ തന്നെയാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കുറ്റമുള്ളവനാണ്. കാരണം നമ്മൾ ഈ പറയുന്നൊരു സാമൂഹ്യ വ്യവസ്ഥയുടെ സ്ട്രക്ചറിൽ പുരുഷൻ എന്ന് പറയുന്നത് കുറേ കൂടിയൊക്കെ മെച്ചുവേർഡാണ് എന്നാണ് അവരെല്ലാം വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അയാളാണ് കൂടുതൽ തെറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ നല്ലത് രണ്ടുപേരും ഇതിനകത്ത് തെറ്റുകാരാണ്, ഇവരെ രണ്ടുപേരെയും ശിക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. നമ്മളല്ലാതെ മറ്റ് വിചാരണകൾ നടത്തുന്നതിൽ ഒരു കഥയുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരം ഈ സോഷ്യൽ മീഡിയ പോലുള്ള ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അത് കുറച്ചുകൂടി നിയന്ത്രണം, ആർക്കും കയറി ആരോടും ചാറ്റ് ചെയ്യാം, ആരോടും സംസാരിക്കാം, ആരുടെ ഫോട്ടോകളും ഷെയർ ചെയ്യാം. ഇത്തരം നിയമങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കൊരു കൃത്യമായ ഒരു നിയന്ത്രണം വരേണ്ടതല്ലേ? ഇല്ല, നിയന്ത്രണം വരുമ്പോൾ നിയന്ത്രണം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമായിട്ടല്ല നിയന്ത്രണം വരുന്നത് മനുഷ്യൻ്റെ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ പ്രകൃതത്തിനും നിയന്ത്രണം വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ നിയന്ത്രണം വരുന്നത് നല്ലതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ സ്വാതന്ത്ര്യത്തെ മനുഷ്യൻ എന്ന നിലക്ക് സ്ത്രീയും പുരുഷനും അല്ല ഞാനിവിടെ ചർച്ച, ആ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്ന ഒരു പ്രക്രിയയായിട്ട് മാറിത്തീരും. ഭരണകൂടം അങ്ങനെ മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളുടെ ഈ ഇൻഡിവിജ്വാലിറ്റിയെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഉയർത്തി നിർത്തി പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും അതിനെ എതിർക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്കിതിനകത്ത് പറയാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നല്ല കാര്യങ്ങൾ ചെയ്യുക, ചീത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അതിന് ഒരു നിയന്ത്രണ സംവിധാനം ഉണ്ടാക്കാൻ പറ്റിയാൽ നല്ലത് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഈ സാധാരണ രീതിയിൽ ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് എല്ലാവരും പറയുന്ന ഉത്തരം എന്ന് വെച്ചാൽ നിയന്ത്രിക്കണം എന്ന് മാത്രം. ആ നിയന്ത്രണം എത്രമാത്രമാണ് എന്ന് അവർക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം ഇതൊരു ടെക്നോളജിക്കൽ പ്രോസസ്സാണ്, സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അതിലെങ്ങനെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്? നല്ലതും ചീത്തയും നോക്കിയിട്ട് മാത്രമല്ല, നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു കാര്യവും പറയാനായിട്ട് പാടില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതായിട്ട് വരും. അങ്ങനെ നിയന്ത്രിക്കാൻ മാത്രമേ കഴിയുള്ളൂ. സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ നിയന്ത്രിക്കേണ്ടതാണ്. പക്ഷേ എത്രത്തോളം എങ്ങനെ എന്നുള്ള കാര്യത്തിൽ കൂട്ടായ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തുന്നതായിരിക്കും നല്ലത്. പക്ഷെ പലപ്പോഴും ആളുകളുടെ അറിവില്ലായ്മയാണ് അവരെ അപകടത്തിലേക്ക് എത്തിക്കുന്നത്. ചാറ്റ് ചെയ്യുമ്പോൾ ആ ചാറ്റിംഗ് പ്രോസസ്സ് പിന്നീട് പോയി അവിഹിതമായിട്ടുള്ള ബന്ധങ്ങൾ നിർമ്മിക്കുന്നതിലേക്ക് വരികയാണ് ചെയ്യുന്നത്. പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പലരുടെയും ന്യൂഡ് ഫോട്ടോസ് എന്ന് പറയുന്നു, നഗ്ന ചിത്രങ്ങളെന്ന് പറയും, അത് മുഴുവൻ അവരെ ശരിപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നമ്മൾ പറയുന്ന ബ്ലാക്ക് മെയിലിംഗ് അതിനുള്ള ഒരു സംവിധാനമായിട്ട് മാറുകയും ആ ബ്ലാക്ക് മെയിലിംഗ് നടത്തി പലതരത്തിലുള്ള നേട്ടങ്ങളുണ്ടാക്കാനായിട്ട് നമ്മളുടെ കുറ്റവാളികൾ അല്ലെങ്കിൽ ക്രിമിനൽസ് അതിന് സൗകര്യമൊരുങ്ങുന്നൊരു അവസരം ഉണ്ടാകും.
അതിനെ നിയന്ത്രിക്കണം. അതിനെ നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഉണ്ടാകണം. പക്ഷേ അത് എങ്ങനെ എന്നുള്ളത് കൂട്ടായ ചർച്ചയിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നാണ് എനിക്ക് തോന്നുന്നത്.